കവിത കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളടുത്ത് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവറാണ്. കുറേ നാളുകളായിട്ട് ഫോളോ ചെയ്ത് നാട്ടിലെത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ നാനോപ്ലാസ്റ്റിയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് അധികം ലാസ്റ്റ് ചെയ്യത്തില്ല. ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരു മാസം പോലും കിടക്കത്തില്ല. ഒരു വിത്തിൻ ഡേയ്സിൽ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറി പഴയ ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ചെയ്തിട്ട് പിന്നെ ഉടനെ വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നാനോപ്ലാസ്റ്റിയ സജസ്റ്റ് ചെയ്തത്. കാരണം അത്യാവശ്യം ഹെയറിന് വോളിയം ഉണ്ട്, ലെങ്ത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു നാനോപ്ലാസ്റ്റിയ ആകുമ്പോൾ ആ ചെയ്ത ഹെയർ അങ്ങനെ തന്നെ കിടന്നോളും. പിന്നെ പൊട്ടിപ്പോകുന്ന ഹെയർ ആണ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ കണ്ടോ അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഹെയർ നല്ല സ്ട്രോങ് ആയി, എടുത്തിടുമ്പോൾ അറിയാമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹാപ്പി അല്ലേ? സർവീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ. അപ്പോൾ കവിത വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വന്ന് വീഴുമ്പോൾ അറിയുന്നതാണ്ട. അത് എത്ര ഷോർട്ട് ഹെയർ ആണെങ്കിലും അറിയാൻ പറ്റും നമുക്ക്. അങ്ങനെ ഹെയർ